മറ്റു വാർത്തകളിലേക്ക്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തലവൻ കൊല്ലപ്പെട്ടു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്നലെ തന്നെ അമേരിക്കൻ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ചുള്ളൊരു റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ആണവായുധ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, അമേരിക്കയുമായുള്ള അണവായുധ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ കടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്ന് കനത്ത ആക്രമണമാണ് ഇസ്രായേൽ ഇറാന്റെ ടെഹ്റാൻ അടക്കമുള്ള നഗരങ്ങളിൽ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 13 ഇടങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാവിലെ പറഞ്ഞത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ മിലിറ്ററി ഉദ്യോഗസ്ഥർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ അടക്കം ലക്ഷ്യമാക്കിയ ഒരു ആക്രമണം നടത്തി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും ഓപ്പറേഷൻ ലയൺ റൈസിംഗ് എന്നുള്ള പേരിലാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുന്നത്. ഈ വിശദാംശങ്ങൾ നൽകാനുണ്ട്. 2 എയർ ഇന്ത്യ വിമാനം തിരിച്ചുവിടുന്നു. മടക്കയാത്ര പൂർത്തിയാകാതെ മുംബൈ ലണ്ടൻ AIC 129, മുംബൈ ന്യൂയോർക്ക് AIC 119 വിമാനങ്ങൾ തിരിച്ചുവരുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണമെന്നാണ് സൂചന. ആന്റണി, ഈ ഒരു എയർ ഇന്ത്യയുടെ 2 വിമാനങ്ങൾ തിരിച്ചു വരികയാണ്. ഈ ഒരു ഇസ്രായേൽ ഇറാൻ ആക്രമണമാണ് കാരണം എന്നടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോൾ നിരവധി വിമാനങ്ങൾ ഏതാണ്ട് തിരിച്ചും വഴിതിരിച്ചുമൊക്കെയായി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഭൂരിഭാഗവും എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതായത് അല്പസമയം മുമ്പ് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ വ്യോമപാത ഇറാൻ അടച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതെല്ലാം ഡൈവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് ലണ്ടൻ മുംബൈ അത് വിയന്ന വഴിക്ക് മാറ്റി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ഡൽഹി ഡൈവേർട്ട് ടു ഷാർജയിലേക്ക് മാറിയിട്ടുണ്ട്. ന്യൂയോർക്ക് മുംബൈ A116 ന്യൂയോർക്ക് മുംബൈ അത് ജിദ്ദയിലേക്കാണ് ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലണ്ടൻ ഹീത്രോ മുംബൈ ഡൽഹി അത് മുംബൈയിലേക്ക് വഴിതിരിച്ച് വിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അത് പോരുകയാണ്. അതുപോലെ മുംബൈ ലണ്ടൻ ഹീത്രോ വിമാനം അത് തിരിച്ച് മുംബൈയിലേക്ക് വരികയാണ്. ആ വിമാനത്തിൻ്റെതാണ് നമ്മൾ കാണുന്നത്. A129 എന്നുള്ളതാണ് ആ വിമാനം. റിട്ടേണിംഗ് ടു മുംബൈയിലേക്ക് ആ വിമാനം മുംബൈയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. രാവിലെയാണ് അത് മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. പക്ഷേ അതിപ്പോൾ യാത്ര മതിയാക്കി തിരിച്ചു വരികയാണ്. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയ, അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പോയ ആ വിമാനവും ഇപ്പോൾ മുംബൈയിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് എന്നുള്ളതാണ് ഒന്ന്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് പോയ വിമാനവും ഡൽഹിയിലേക്ക്, അതും എയർ ഇന്ത്യയുടെ വിമാനം തന്നെയാണ്. വാഷിംഗ്ടണിലേക്കാണ് ആ വിമാനം പോയത്. അതിപ്പോൾ ഡൽഹിയിലേക്ക് തിരികെ മടങ്ങുകയാണ്. ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയ വിമാനം അതും തിരിച്ചു വരികയാണ്. വാൻകൂവറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം അത് ജിദ്ദയിലേക്ക് ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള AI101 എന്ന വിമാനം അത് ഫ്രാങ്ക്ഫർട്ടിലേക്ക്, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കാഗോ ഡൽഹി വിമാനം അത് A126 ആ വിമാനം ഇപ്പോൾ പോകുന്നത് ജിദ്ദയിലേക്കാണ്. അങ്ങനെ നിരവധി വിമാനങ്ങൾ ഈ വിവിധ ലണ്ടൻ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള എയർ ഇന്ത്യയുടെ നിരവധി വിമാനങ്ങൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ തിരികെ പുറപ്പെട്ട സ്ഥലത്തേക്ക് മടങ്ങി വരികയോ, ഒന്നില്ലെങ്കിൽ ഷാർജയിലേക്കോ അല്ലെങ്കിൽ ജിദ്ദയിലേക്കോ അതുപോലെ തന്നെ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിമാനം, 2 വിമാനങ്ങൾ വിയന്നയിലേക്കും ഇപ്പോൾ മടക്കി അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ എയർ ഇന്ത്യ പറയുന്നത് ഈ ഇറാനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള, അതായത് ഇറാനിലേക്കുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായിട്ടുള്ള ആ സാഹചര്യത്തിൽ അവിടെ വ്യോമപാത അടച്ചിരിക്കുകയാണ് പൂർണ്ണമായും. ഈ ഒരു ഘട്ടത്തിൽ യാത്രക്കാരുടെ സുരക്ഷിതം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ വിമാനങ്ങൾ ഒന്നില്ലെങ്കിൽ വഴിതിരിച്ച് മറ്റിടങ്ങളിലേക്ക് വിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തിരിച്ച് പുറപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിൽ ഏതാണ്ട്
മിക്കവാറും വിമാനങ്ങളെല്ലാം തന്നെ ഇതെല്ലാം ഇന്ന് രാവിലെയും അല്പസമയം മുമ്പ് ഈ ആക്രമണം തുടങ്ങുന്നതിന് മുൻപുമൊക്കെയായി പുറപ്പെട്ട വിമാനങ്ങളാണ്. ആ വിമാനങ്ങളെല്ലാം തന്നെ തിരിച്ച് വരികയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർ ഇന്ത്യ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അവർക്ക് ഈ തിരികെ വരുന്ന യാത്രക്കാർക്ക് അതുപോലെ തന്നെ വഴി തിരിച്ചുവിട്ട വിമാനങ്ങളിലെ യാത്രക്കാർക്കെല്ലാം ആവശ്യമായ താമസവും ഭക്ഷണവും അടക്കമുള്ള കാര്യങ്ങൾ നൽകും. ഏതെങ്കിലും തരത്തിൽ ഈ വിമാനം ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം, അതായത് ഇപ്പോൾ ഈ മുംബൈയിലേക്കൊക്കെ വിമാനം മടങ്ങി വന്നിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആ സർവീസ് ഏതാണ്ട് ക്യാൻസൽ ചെയ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള അതിൻ്റെ റീഫണ്ട് മുഴുവനായും തന്നെ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത യാത്രയ്ക്ക് വേണ്ടി അത് റീഷെഡ്യൂൾ ചെയ്യുമ്പോൾ അതിനുള്ള കോംപ്ലിമെൻ്ററി ആയി നൽകുമെന്നും എയർ ഇന്ത്യ അറിയിക്കുന്നുണ്ട്. ഏതായാലും ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ വിമാനങ്ങളൊക്കെ തിരികെ മടങ്ങുന്നത് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോഴത് എയർ ഇന്ത്യ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇറാനിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയ സാഹചര്യത്തിൽ അവിടെ നിലവിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഒരുപക്ഷെ ഉടൻ തന്നെ ഇറാൻ തിരിച്ച് മറുപടി നൽകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇറാൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നുള്ള കാര്യം ഇസ്രായേലും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇസ്രായേൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യോമപാത പൂർണ്ണമായും ഇസ്രായേലും അടച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇറാനും തങ്ങളുടെ വ്യോമ പരിധി മുഴുവനായി ഇപ്പോൾ അടച്ചിരിക്കുന്നത്. ഏതായാലും ആ ഭാഗത്തോട് കടന്നു പോകുന്നത് യാത്രക്കാരുടെ സുരക്ഷിതത്തെ അടക്കം ബാധിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എയർ ഇന്ത്യ വിമാനങ്ങളെല്ലാം ഒന്നില്ലെങ്കിൽ റദ്ദാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. അത് പ്രധാനമായും ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനങ്ങളും അതുപോലെ തന്നെ ന്യൂയോർക്ക്, വാഷിംഗ്ടൺ, ചിക്കാഗോ, ടൊറന്റോ, കാനഡയിലെ ടൊറന്റോ തുടങ്ങിയ വിമാനങ്ങളാണ് പല വഴിക്കായി വിട്ടിരിക്കുന്നത്. അതിൽ വഴിതിരിച്ചു വിട്ടിരിക്കുന്ന ലണ്ടൻ ഹീത്രൂ മുംബൈ വിമാനം അത് വിയന്നയിലേക്കാണ് ഡൈവേർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂയോർക്ക് ഡൽഹി വിമാനം ഷാർജയിലേക്കാണ്. അതുപോലെ തന്നെ ന്യൂയോർക്ക് മുംബൈ A116 വിമാനം ജിദ്ദയിലേക്കാണ്. AI 2018 ലണ്ടൻ ഹീത്രൂ ഡൽഹി ഡൈവേർട്ട് ടു മുംബൈ. അങ്ങനെ പല വിമാനങ്ങൾ പല മേഖലയിലേക്കാണ് വഴിതിരിച്ച് വിട്ടിരിക്കുന്നത്. ആന്റണി, അതുപോലെ തന്നെ ഈ ഒരു ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചേക്കും എന്നൊരു കാര്യം ഡൊണാൾഡ് ട്രംപ് അടക്കം പറഞ്ഞിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ അതിൽ ഈ ഒരു ആക്രമണത്തിൽ US-ന്റെ സഹായമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഈ ഒരു ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ സഹായം ലഭിച്ചു എന്നൊരു കാര്യത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇന്നലെ അമേരിക്ക ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഇസ്രായേൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ആക്രമണമൊക്കെ നടത്തുന്നത്. പക്ഷേ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിൻ അദ്ദേഹം അത് ഈ അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല, ഈ ആക്രമണവുമായി അമേരിക്കയ്ക്ക് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ രാവിലെ അറിയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഇറാന് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇസ്രായേൽ പറയുന്നത് ഇതാണ്, അതായത് ഇറാൻ ഉണ്ടാക്കുന്ന ആ യുറേനിയം അത് ഇപ്പോൾ അവർ പറയുന്നു ഊർജാവശ്യങ്ങൾക്കാണെന്ന്. പക്ഷേ അത് ആയുധങ്ങളാകും അവർ നിർമ്മിക്കുക. ആ ആയുധങ്ങൾ ഇസ്രായേലിന് നേരെ തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിൽ ഇസ്രായേലിന്റെ സുരക്ഷയെ ബാധിക്കും. അത് ഇപ്പോൾ തന്നെ തടയേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ലയൺ റൈസിംഗ് എന്ന ഓപ്പറേഷൻ സിംഹം ഉണരുന്നു എന്നുള്ള തരത്തിൽ ഉള്ള ആ പേരിട്ടുകൊണ്ട് ആ ഒരു മിഷൻ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ വലിയ ആക്രമണം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 13 സ്ഥലങ്ങളിൽ കനത്ത നാശമുണ്ട്. ഈ ഇറാൻ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇറാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ
മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും മരണസംഖ്യ അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി ഒരു കൺഫർമേഷൻ വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ നേരത്തെ കാണാൻ വേണ്ടി കഴിയുമായിരുന്നു. ആ ദൃശ്യങ്ങളിൽ സ്ഫോടനം പലയിടങ്ങളിൽ നിന്നും പുക ഉയരുന്നതും സ്ഫോടന ശബ്ദം കേൾക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ഈ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലാണ്. ടെഹ്റാനിൽ നിന്ന് തെക്ക് മാറി നാഡൻസ് എന്ന നഗരത്തിൽ അവിടെ ഒരു ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ട്. അത് ആക്രമിച്ചുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിൽ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇസ്രായേൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവിടെ അടിയന്തരാവസ്ഥ ഇപ്പോൾ ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡ്രോൺ ആക്രമണം അടക്കം ഉണ്ടായേക്കുമെന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ സുരക്ഷ അടക്കം ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. നേരത്തെ ഗസ ഇസ്രായേൽ യുദ്ധമായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതനുസരിച്ച് ഇറാന് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും. അതുടനെ ഒന്നും അവസാനിക്കില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. വലിയൊരു സംഘർഷത്തിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഇത് ലോക വിപണിയെ തന്നെ കാര്യമായി ബാധിക്കും. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ വില അടക്കം ഇനി ഉയരുന്ന സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം. ഏതായാലും വീണ്ടും ഒരു കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണമടക്കം തുടരുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന് നേരെയും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഇറാൻ പലകുറി ആവർത്തിച്ചിട്ടുണ്ട് തങ്ങൾ ഊർജാവശ്യങ്ങൾക്കും വേണ്ടി മറ്റുമാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ അത് വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് നേരെ ഉപയോഗിക്കാനുള്ള ആണവായുധം നിർമ്മിക്കാനാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആക്രമണം ഇപ്പോൾ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നു. ഇനി ഇറാന്റെ മറുപടി അതിന് എന്താകുമെന്നുള്ളതാണ് അറിയേണ്ടത്. തിരിച്ചടിക്കുമെന്ന് ഇറാൻ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ആന്റണി, ഇറാനെതിരെ ആക്രമണം തുടങ്ങിയ ഇസ്രായേൽ തലസ്ഥാനമായ ടെഹ്റാനിൽ കനത്ത ആക്രമണമാണ് നടക്കുന്നത്. നിരവധി സ്ഥലങ്ങളിൽ ബോംബിട്ടതായുമാണ് സൂചന. അതേസമയം യാത്ര പൂർത്തിയാക്കാതെ നിരവധി എയർ ഇന്ത്യ വിമാനങ്ങളും തിരിച്ചു വരുന്നു. മുംബൈ ന്യൂയോർക്ക് AIC 119, മുംബൈ ലണ്ടൻ AIC 129 തുടങ്ങിയ വിമാനങ്ങളാണ് തിരിച്ചു വരുന്നത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.